MS ലിഷോയ് തൃശ്ശൂരിൽ നിന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ലിഷോയ്, നേരത്തെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലിഷോയ് പങ്കുവച്ചിരുന്നല്ലോ. ഇപ്പോൾ വിയ്യൂർ അതിസുരക്ഷാ ജയിൽ ഗോവിന്ദച്ചാമിയെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി തയ്യാറാണ് എന്ന വിവരത്തിനൊപ്പം 4.2 മീറ്റർ ഉയരമുള്ള സെല്ലിൽ ഫാനും കട്ടിലും CCTV ക്യാമറയും, സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയില്ല, ഭക്ഷണം അവിടേക്ക് എത്തിക്കും, ഏകാന്ത തടവിലേക്കാണ് ഗോവിന്ദച്ചാമി പോകുന്നത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ. അത് കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ട്. ഈ കണ്ണൂരിൽ സംഭവിച്ച പാകപ്പിഴയും വീഴ്ചയും ഇവിടെ ഒഴിവാക്കാൻ എന്തൊക്കെ ക്രമീകരണങ്ങളാണ്? ഇവിടുത്തെ അതിസുരക്ഷാ ജയിലിലും നിരവധി ക്രിമിനലുകളിലെ, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ക്രിമിനലുകൾ ഇല്ലേ? തീർച്ചയായും ഈ അതിസുരക്ഷാ ജയിലിൽ ഇപ്പോൾ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട പ്രതികളാണ് നിലവിലുള്ളത്. അതിന് പുറമെ കൊടും കുറ്റവാളികളായ മറ്റ് കേസുകളിലെ കുറ്റവാളികളുമുണ്ട്. ഈ അതിസുരക്ഷാ ജയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിയ്യൂരിൽ 2 ജയിൽ, അതായത് വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ 2 ജയിലുകളാണ്. ഒന്ന് സെൻട്രൽ ജയിൽ, അതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് അല്പം മാറി അതേ കോമ്പൗണ്ടിൽ തന്നെ അതിസുരക്ഷാ ജയിൽ. ഈ അതിസുരക്ഷാ ജയിലിൽ 3 തലത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലവിലുള്ളത്. ഏറ്റവും പുറത്തുള്ളത് ഒരു വലിയ മതിൽക്കെട്ട്. ആ മതിൽക്കെട്ടിൻ്റെ ഉയരം എന്ന് പറയുന്നത് തന്നെ വലിയ, അതായത് 6 മീറ്ററോളം ഉയരം ഉള്ള ഒരു ഈ മതിലാണ്. അപ്പോൾ ആ മതിൽ ചാടിക്കടക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഉള്ളിൽ 3 തലത്തിലുള്ള ഈ ക്രമീകരണങ്ങൾ, ആ 3 മതിൽക്കെട്ടുകൾ കടന്നു വേണം ഈ ജയിൽ ഉള്ള ഒരു ഇടത്തേക്ക് എത്താനായി. അവിടെ ഏകദേശം 536 പേരാണ് നിലവിൽ താമസിക്കുന്നത്. ആ 536 പേര് അതായത് ഈ പാർപ്പിക്കാനായി അവിടെ അവിടുത്തെ ഒരു ശേഷി എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ അവിടെ 125 പ്രതികൾ മാത്രമേ ഉള്ളൂ. 4.2 മീറ്ററാണ് ഈ സെല്ലുകളുടെ ഉയരം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സെല്ലിൽ ഉള്ളത്. ആ സെല്ല് എന്ന് പറയുന്നത് പല തരത്തിലുള്ള സെല്ലുകളുണ്ട്. ഒരാളെ മാത്രം, അതായത് ഏകാന്ത തടവുകാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരാളെ മാത്രം പാർപ്പിക്കാവുന്ന സെല്ലുകൾ, അതിനോടൊപ്പം തന്നെ 2 പേരെയും 3 പേരെയും 3 പ്രതികളെയും ഒക്കെ തന്നെ പാർപ്പിക്കാവുന്ന, അങ്ങനെ 3 തലത്തിലുള്ള സെല്ലുകളാണ് അവിടെ ഉള്ളത്. ഈ 60ഓളം ഏകാന്ത തടവുകാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒറ്റ മുറി സെല്ലുകളാണ് നിലവിൽ ഉള്ളത്. അതിൽ വളരെ ചുരുക്കം സെല്ലുകളിൽ മാത്രമാണ് ആളുകൾ ഉള്ളത് എന്നുള്ളതാണ്, പ്രതികൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ജയിൽ അധികൃതരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറക്കില്ല, ഭക്ഷണമൊക്കെ തന്നെ ഈ ജയിലിനകത്തേക്ക് തന്നെ കൊണ്ട് നൽകുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ CCTV ക്യാമറകൾ ഓരോ സെല്ലിനകത്തും ഉണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ അത് ഓരോ പ്രതികളുടെയും കൃത്യമായ ഓരോ തരത്തിൽ എന്തൊക്കെയാണ് ഓരോ സമയത്തും അവർ ചെയ്യുന്നതെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. കണ്ണൂർ ജയിലും നിരീക്ഷണം പാളിപ്പോയി, ആരും നോക്കിയില്ല എന്നതാണ് വലിയ വീഴ്ച. ഇപ്പോൾ അതിസുരക്ഷാ ജയിലിന്റെ ഭാഗമായി ലിഷോയ് പറഞ്ഞ ഈ വിവരങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഗോവിന്ദച്ചാമിക്ക് ഇനി പുറം ലോകത്തിന്റെ വെളിച്ചം കാണാൻ കഴിയില്ല. വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അക്കാര്യം ജയിൽ അധികൃതർ ഉറപ്പിക്കും. അത് കർശനമായി തന്നെ ഇപ്പോഴത്തെ ഒരു ആവേശം കഴിയുമ്പോൾ കർശനമായി തന്നെ പാലിക്കപ്പെടുമെന്ന് നമുക്ക് പൊതുസമൂഹത്തിനെ പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഈ മതിലിന് മുകളിൽ ഒരു വൈദ്യുത വേലിയുള്ള കാര്യവും ലിഷോയ് പറഞ്ഞല്ലോ. ഇപ്പോൾ കണ്ണൂരിലെ വൈദ്യുത വേലിയെ കുറിച്ച് ഇന്നലെ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യയോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. പിന്നീട് മനസ്സിലായത് 2-3 കൊല്ലമായിട്ടേ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ഈ ജയിലിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ സംവിധാനങ്ങളും സർക്കാർ ഇടപെടലുകളും ഫണ്ടുകളും ഒക്കെ ഉള്ളതാണ്. തൃശ്ശൂരിലെ ഈ വൈദ്യുത വേലി പ്രവർത്തിക്കുന്നുണ്ടോ? അക്കാര്യത്തിലൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് ജയിൽ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ടോ? നിലവിൽ ഇവിടുത്തെ വൈദ്യുതി വേലി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ജയിൽ അധികൃതരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് തന്നെയാണ്. ഈ മതിലിന് പുറത്ത് മറ്റൊരു ഒരു വാച്ച് ടവർ കൂടിയുണ്ട്. അതായത് 4 വാച്ച് ടവർ കൂടി മതിലിന് പുറത്തുണ്ട്. അത് 15 മീറ്റർ വീതം ഉയരത്തിൽ ഉള്ള വാച്ച് ടവറാണ്. ഈ വാച്ച് ടവറിൽ സദാസമയവും ഈ ജയിൽ പുള്ളികളെയൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അത് സ്ഥിരമായി അവിടെ നടക്കുന്ന കാര്യമാണ്. കാരണം ഭീകരവാദ കേസുകളിൽ ഉൾപ്പെടെയുള്ള പ്രതികൾ നിരവധി പേരാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും തൃശ്ശൂർ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്.